നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലെ പ്രസവ വാർഡിൽ രോഗിക്ക് കൂട്ടിരിക്കാനെത്തിയ യുവതിയുടെ പക്കൽ നിന്ന് മാരക ലഹരി മരുന്നായ ഹാഷിഷ് ഓയിൽ പിടികൂടി. സംഭവത്തിൽ വയനാട് മേപ്പാടി സ്വദേശിയും നിലവിൽ കാസർഗോഡ് താമസക്കാരിയുമായ അശ്വതി എന്ന 32 വയസ്സുകാരിൽ നിന്നുമാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 56.59 ഗ്രാം ഹാഷിഷ് ഓയിലാണ് പിടിച്ചെടുത്തത്. മെഡിക്കൽ കോളേജിലെ 41-ാം വാർഡിൽ കൂട്ടിരിപ്പുകാരിയായി എത്തിയ അശ്വതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കൂടെയുള്ളവരും ആശുപത്രി ജീവനക്കാരും വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് 2 വെളിച്ചെണ്ണ കുപ്പിയിലായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയത്. ഒരു കുപ്പിയിൽ 29.08 ഗ്രാമും രണ്ടാമത്തെ കുപ്പിയിൽ 27.51 ഗ്രാം വീതമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ജയിലിൽ കഴിയുന്ന തന്റെ ഭർത്താവിന് എത്തിച്ചു നൽകാനാണ് ഹാഷിഷ് ഓയിൽ കൊണ്ടുവന്നതെന്ന് അശ്വതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ജയിലിൽ നിന്ന് വിവിധ പരിശോധനകൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്ന മറ്റ് തടവുകാർ വഴി ലഹരി മരുന്ന് ഭർത്താവിന്റെ കൈകളിൽ എത്തിക്കുക എന്നതായിരുന്നു ഇവരുടെ പദ്ധതി. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ കോളേജ് പോലീസ് ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റാരെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ചും വിശദമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച ഇൻസ്ട്രക്ഷൻ കൽപ്പി ഒളിപ്പിച്ച നിലയിൽ ഈ MDMA കണ്ടെത്തിയത്. അത് യുവതിയാണ് പിടിയിലായത്. അതിനു മുൻപ് അധ്യാപികമാർ പിടിയിലായ സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വനിതകളെ ഇങ്ങനെ പിടികൂടുകയാണ്. വനിതകൾ ഇത്തരത്തിലൊരു ഇടനിലക്കാരാവുകയാണെങ്കിൽ കുട്ടികളും ഉൾപ്പെടെയുള്ളവർ, കുട്ടികൾ, കൂടുതൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സമൂഹത്തിൽ ഇത്തരത്തിലൊരു കണ്ണുകളായി മാറും. വനിതകൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നത് സമൂഹത്തിന്റെ നാശത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും. തൂഫാൻ സംഘവും ഓപ്പറേഷൻ തണ്ടറും ഒക്കെ തന്നെ അതിശക്തമാകുമ്പോഴും അതിശക്തമായി വനിതകളെ ഉപയോഗിച്ചുള്ള പുതിയ വഴികൾ കണ്ടെത്തുകയാണ് ഇത്തരം മാഫിയകൾ ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ആലോചിക്കുക, ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത്തരത്തിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുവരുന്ന തടവുകാർ ഇത്തരത്തിലുള്ള ലഹരി മരുന്ന് ജയിലിനകത്ത് എത്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി അതൊന്നും ഇല്ല, കൃത്യമായി പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് വ്യക്തമാവുകയാണ്. വെളിച്ചെണ്ണ കുപ്പിയിലാണ് ഈ ഹാഷിഷ് ഓയിൽ ഉപയോഗിച്ചത്. 2 വെളിച്ചെണ്ണ കുപ്പിയുണ്ട്, 59 ഗ്രാമോളം. ഈ 59 ഗ്രാമോളം ജയിലിനകത്ത് കയറുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് മനസ്സിലാവുന്നു. എന്റെ ഭർത്താവിന് ലഹരി ഉപയോഗിക്കാതെ കഴിയാൻ പറ്റുന്നില്ല സാറേ എന്ന് പറഞ്ഞാണ് ആ യുവതി പോലീസിനോട് ന്യായീകരിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എവിടെ നിന്നാണ് യുവതിക്ക് ഹാഷിഷ് ഓയിൽ കിട്ടിയത് എന്ന വിവരം പോലീസ് തിരക്കുകയാണ്.